നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ എന്നും കാണുന്ന ആൾക്കാരാകും. നമ്മളെ മൂത്താപ്പ, എളാപ്പ, അവരുടെ ഫാമിലി, അവരുടെ മക്കള്, ഇവരൊക്കെ നമ്മൾ എന്നും കാണുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ ഓരോ തിരക്കിനിടയിലും നമുക്ക് അവരായിട്ടൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാനോ അവരായിട്ടൊന്ന് മനസ്സ് തുറന്ന് ഒന്ന് കുറച്ചു നേരം നമ്മളെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം നമ്മളെ ജോലി തിരക്കോ അതല്ലെങ്കിൽ ക്ലാസ്സോ ട്യൂഷനോ ഒക്കെ ആയിട്ട് മക്കളും തിരക്കിലാവും, നമ്മളും തിരക്കിലാവും. ഈ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഇന്നലെ ഒന്ന് കൂടി. ഞങ്ങളുടെ വായക്കാടുള്ള എളാപ്പാന്റെ വീട്ടിലായിരുന്നു കൂടിയിട്ടുണ്ടായിരുന്നത്. രാവിലെ അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പന്തലൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കെട്ടിയിട്ടുള്ളത്. കാരണം കുട്ടികൾക്ക് കുറച്ച് ഗെയിംസുകൾ അതുപോലെ നമ്മൾ ഭക്ഷണ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് പന്തലൊക്കെ കെട്ടി കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടുക. അതായത് പണ്ടത്തെ നമ്മളെ ചില നഷ്ടപ്പെട്ട എന്തൊക്കെയോ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ള ഒരു ഫീലിംഗ് പോലെ ഒരുപാട് സന്തോഷമായി ഇന്നലെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം മനസ്സ് തുറന്നൊക്കെ നമുക്ക് ഫ്രീ ആകാൻ പറ്റിയ ദിവസം എന്നൊക്കെ പറയില്ലേ. കാരണം നമുക്ക് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മളെ സ്വന്തമാണ്. ചിലപ്പോൾ അവർ നമ്മളെ ചില സമയങ്ങൾ നമ്മളെ കൂടെ ഇല്ലെങ്കിലും നമ്മുടേത് മാത്രം എന്ന് അവകാശപ്പെടുന്ന നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടാവും. അതെപ്പോഴും ഉണ്ടാവും നമുക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അവരെ കൂടെ ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് പാട്ട് പാടുക, ഒരുമിച്ച് ഡാൻസ് കളിക്കുക, കുറേ ഗെയിംസുകളൊക്കെ ഒരുമിച്ച് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമായി. ശരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ കുട്ടിയായിരുന്നു അവിടെ പോയ സമയത്തൊക്കെ പണ്ടൊക്കെ. ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളായിട്ടാണ് അവിടെ പോയിട്ടുള്ളത്. നമുക്ക് വന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, അതുപോലെ മറ്റുള്ളവർക്ക് വന്ന മാറ്റങ്ങൾ. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് എന്ത് ചെയ്തു നമ്മൾ ഇന്നലെ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതിൽ വന്ന രസകരമായിട്ടുള്ള തമാശകളും അനുഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം.